ഞങ്ങൾക്കാർക്ക് ഈ മന്തിക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അല്ല, മിക്ക ബോയ്സിനും അങ്ങനെ തന്നെ ഉണ്ടാ. ഫുഡ് അടിക്കും എന്ന് പറഞ്ഞാലും സാഹചര്യം നെഞ്ചെത്തിട്ട് പറയുന്നു. വളരെ ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാ കാര്യം. ഇപ്പോൾ പഠിക്കുന്ന കൊടുങ്ങല്ലൂർ MES-ലാണ്. അവിടെ ഒരുമിച്ചാണ് പാചകം ചെയ്തിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ കാരണം വിളിക്കും, ഭക്ഷണത്തിന് പൈസ ഇല്ല, അപ്പോൾ എൻ്റെ ഉള്ള പോലെ ഞാൻ കൊടുക്കും. പക്ഷേ അത് എത്രത്തോളം എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എല്ലാരും കൂടെ ഒരുമിച്ച് പാടാൻ പറ്റുന്ന ഒരു പാട്ട്. വേറെ പ്രശ്നമുണ്ട്, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. പാട്ട് പറയാ നിലവിടും വാടക വാങ്ങി വീട്ടിനിൽ കൂടി വെക്കലാമാ ഞാൻ. അതില്ലേ, ഞാൻ നോക്കി പാടാം. ഫ്രണ്ടിന് ഒരു കുട്ടിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അന്ന് നോക്കെ പറഞ്ഞ നമ്മളിപ്പോ ബസ്സിൽ പോണതിന്റെ കൂടെ ചെറിയൊരു വരുമാനം എന്നുള്ള രീതിയിൽ ഞാൻ പടക്കം വരക്ക് വരുന്നു. അപ്പൊ കൈമ ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോ പൈസ വാങ്ങും. പിന്നെ ഉമ്മ ഫുഡൊക്കെ തരും, പൂരിയും വല്ല കറിയൊക്കെ തരും. ഈ സാധനം സ്കൂളിൽ കൊണ്ട് മറിച്ചു വെക്കും. അപ്പൊ ഒരുത്തൻ പറഞ്ഞ് കോമ്പസ് കൊണ്ട് ആ പെണ്ണിന്റെ പേര് കൈമ എഴുതി കൊടുത്തതിന് 50 രൂപ വരാന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഷെയ്ക്കിനുള്ള പൈസ അല്ലേ വരച്ചെടുത്തു. ഞാൻ ആദ്യട്ടോ ഒരു കുടുംബത്തിലെ 4 ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യണം. അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്, അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, നല്ല വ്യൂ ആണ് ഓരോ വീഡിയോസിനും. ആൻഡ് വീട്ടില് ഇങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ മകൻ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയി മാറിയപ്പോൾ അത് നിങ്ങൾക്ക് അറിയായിരുന്നു? അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒരു അറിയില്ലായിരുന്നു. അത്യാവശ്യം ചെറിയ വീഡിയോസ് ഒക്കെ കിട്ടിയിരുന്നു. പുറത്തൊക്കെ പോകുമ്പോ വീഡിയോസ് കിട്ടിയിരുന്നു. ഒരു 4-5 മാസം മുമ്പാണ് 1-2 വീഡിയോസ് പെട്ടെന്ന് കൂടുതൽ റീച്ചിലേക്ക് വന്നു. ഇതുപോലെ ഉള്ളെന്ന് പറഞ്ഞതാണ്. ശരിക്കും ഉപ്പ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഈ നമ്മുടെ മോൻ ഇത്രയും പ്രൗഡായിട്ട് ഉപ്പ ഇങ്ങനെ സംസാരിക്കണേ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വീട്ടിലുള്ളപ്പോഴെങ്കിലും? ഭയങ്കര സപ്പോർട്ടാണ് ഉമ്മ. അങ്ങനെ തന്നെയാണോ? ഉമ്മനെ ഇടയ്ക്ക് ഞാൻ വീഡിയോയിലൊക്കെ കാണാറുണ്ട് അല്ലെ, അയൽക്കൂട്ടം ആ വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോ നിങ്ങൾ ശരിക്കുള്ള അയൽക്കൂട്ടക്കാര് പറയാറുണ്ടോ വീഡിയോ? ഫ്രണ്ട്സിന്റെ ഇതാണോ അവര് പറഞ്ഞേ? ഓക്കെ. ശരിക്കും ഫ്രണ്ട്സിന്റെ ടീമിന്റെ പേരെന്തായിരുന്നു? ചങ്ങാതിക്കൂട്ടം. അതെനിക്കറിയില്ലായിരുന്നു, ആദ്യമായിട്ട് അവരിട്ട പേരാണ്. അപ്പൊ തലേദിവസം ഞാൻ അറിഞ്ഞ പേരങ്ങനെയാണ്. ശരിയാ, കൂളിംഗ് ഗ്ലാസ് നിട്ടേ. ഓ സ്റ്റൈല് വിട്ടുകളിയില്ല, എപ്പോഴും മസ്റ്റാണ് മാറ്റണം. ഈ ഫുൾ ഇന്റർവ്യൂ ഇങ്ങനെ തന്നെ ചെയ്താണ്. നല്ല ഭംഗിയുണ്ട്. ബ്രദറിനെ കുറിച്ച് ചോദിക്കട്ടെ, എന്തായാലും സംസാരിക്കുന്ന ഞാൻ ഇരുത്തിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഓൾറെഡി ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ. എങ്ങനെയാണ് ഈ പറഞ്ഞ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാ? അവിടെയും ഭയങ്കര ഫാൻസ് ഉണ്ടോ ഇക്കാക്കൊക്കെ? ഫാൻസ് തന്നെയാണ്. ആദ്യമേ ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോ എന്നോടല്ലേ ചോദിക്കും, ആ മോനെ ഷെബിയുടെ സിസ്റ്റർ അല്ലേ, അങ്ങനെയൊക്കെ. അപ്പൊ എന്താ പറയാ, ശരിക്കും ഭയങ്കര ഫാൻസ് ആണല്ലേ? ഗേൾ ഫാൻസ് കൂടുതലാണല്ലേ? ആ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എത്ര ഫാൻസ് ഉണ്ട്. കൂടുതല് അതാണ്. പക്ഷെ ഉപ്പാനെയും ഉമ്മാനെയും ഈ പറഞ്ഞ സിസ്റ്റർ ഒക്കെ കാണാൻ വേണ്ടിട്ട് ഈ ഫാൻസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഉപ്പാനെ കുറിച്ചും ഉമ്മാനെ കുറിച്ചും ഒന്ന് പറയോ? നിങ്ങളൊന്ന് പരിചയപ്പെടുത്തു. ഷെബി എന്നെ സംസാരിക്കും, ഇവരെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തും, ഉപ്പാനെ കുറിച്ചും ഉമ്മാനെ കുറിച്ചൊക്കെ. പാപ്പച്ചിയുടെ പേര് ഷർഫുദ്ദീൻ, ഉമ്മച്ചിയുടെ പേര് ഖദീജാബി, അനിയത്തി ഷെഫീല ഷഹനാസ്. പാപ്പച്ചിയുടെ വാർഡ് മെമ്പറാണ്. ഇവിടുത്തെ വാർഡ് മെമ്പറാ. നല്ല റോട്ടി കൂടെ അല്ലേ ഒന്ന് നോട്ട് ചെയ്യണ്ടൊക്കെ. ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാർഡ് മെമ്പർ ആണോ? അങ്ങനെയൊന്നുമില്ല. ശരിക്കില്ലേ, നമ്മളിപ്പോ ഈ വീഡിയോസ് ചെയ്തു തുടങ്ങുമ്പോ ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ടോ? ഈ വീഡിയോസ് ഫോളോ ചെയ്ത ആൾക്കാർ തന്നെയാണോ? എല്ലാം കാണാറുണ്ട്. ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് രസിക്കുന്ന രീതിയിൽ സംസാരങ്ങളും അതാണ് കൂടുതൽ വേറെ ഇതിലേക്ക് ആകർഷിച്ചതെന്നാണ്. ഞാനിപ്പോ പലയിടത്തും പോകുമ്പോ ഇപ്പൊ ഞങ്ങള് കണ്ടിട്ട് പലരും പരിചയപ്പെടാറുണ്ട് പേരൻസിലെ എന്നുള്ള രീതിയില്. അപ്പൊ അവര് കിട്ടുന്ന ഫീഡ്ബാക്ക് തന്നെയാണ്. അതൊക്കെ ചുമ്മാ ഒന്നിറങ്ങി അത്രയും ഫാൻസ് വരില്ലേ? ഓക്കെ. ഈ വീഡിയോസ് കാണുമ്പോ ഇത്രയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവന് ഇങ്ങനെയൊക്കെ സംസാരിക്കോ, ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യോ? നിങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ടോ? ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഇത്താത്തൊക്കെ സിസ്റ്റർ എന്താ കാണുന്നില്ല. വോയിസ് ഓവർ ചെയ്യാൻ പറ്റില്ല, അല്ലാണ്ട് ഇവിടെ മച്ചെടുത്തതിനാണ്. ശരിക്കും ഞെട്ടിട്ടുണ്ടോ വീഡിയോ കണ്ടിട്ട്? വെറുതെ പറഞ്ഞ
ഇങ്ങനെ ഒട്ടും വിചാരിച്ചൊന്നുമില്ലല്ലോ ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത്. അതെ കണ്ടപ്പോ ഇവളുടെ ഒരു താരങ്ങാണ്ട് പൈസ വെച്ച് അല്ലാ, അത് പറഞ്ഞു മനസ്സിലായില്ല. സ്കൂളിൽ വെച്ചിട്ട് അവള് ബെസ്റ്റ് സ്കൂളിൽ വെച്ചിട്ട് എന്നിട്ട് അവർ ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചു ബസ് കാശ് കൊടുക്കാൻ ഉണ്ടോന്ന്. അപ്പൊ പറഞ്ഞു നിന്റെ കാക്ക സെലിബ്രിറ്റി അല്ലേ, അപ്പൊ കാശൊക്കെ ഉണ്ടാവില്ലേ. അല്ല ഇതിന് അന്ന് സ്റ്റോറി ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് ക്ലാസ് ചെയ്തിട്ടല്ലേ നീ ഇതൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ ഇത് ശരിക്കും പറഞ്ഞ വീഡിയോസ് ഷെബി ചെയ്യുന്ന വീഡിയോസിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതിപ്പം ഈ പറഞ്ഞ പോലെ ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയൊന്നുമല്ല. പക്ഷെ അത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ഇത്രയും പബ്ലിക് ആയിരുന്നിട്ട് ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം? ഓക്കെ, ലൈവ് ആയിട്ട് ഞങ്ങൾക്ക് എങ്ങനെ ഒരു വീഡിയോ ചെയ്യണ മോഡുലേഷൻ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ വീഡിയോസ് എടുക്കുമ്പോ സൗണ്ട് ഒന്നും ഉണ്ടാക്കൂല. സൗണ്ട് എടുക്കാതെ വീഡിയോ വോയിസ് ഓവർ ചെയ്യല്ലേ. പക്ഷെ ലൈവ് ആയിട്ട് സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ. അത് ചില ആ സൗണ്ട് കേട്ടോ ഞാൻ സ്വകാര്യം പറഞ്ഞ എന്തെങ്കിലും ഉണ്ടുള്ളൂ. ഈ മന്തിനോട് എന്താ ഇത്ര ഇഷ്ടം? ശരിക്കും മന്തി ഫാൻ ആണോ? അങ്ങനെ മന്തി എന്ന് പറയാനുണ്ടല്ലോ, ഒരു 10ാം ക്ലാസ് ആ ഒരു ടൈമിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കുറെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ 10ാം ക്ലാസ്സിന്റെ സമയത്ത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചില സമയത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുമ്പോ എനിക്ക് അതിൽ പോകാൻ പറ്റാറില്ല. ആ സമയത്ത് വീടൊന്നും ഇങ്ങനെയല്ല. ഈ വീട് കാണുമ്പോ ആൾക്കാർ ഭയങ്കര അന്നൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനുശേഷം പിന്നെ ഒരു +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ യാദിൽക്കുണ്ടല്ലോ, യാദിൽക്കാണ് അപ്പൊ എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് ഭയങ്കര സപ്പോർട്ട് തന്ന് ആളിങ്ങനെ മന്തി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനല്ലോ. അപ്പൊ നമുക്ക് തീരെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരാളുടെ മുമ്പിലോട്ട് അങ്ങനെ ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ മന്തി ഭയങ്കര അഡിക്ഷൻ ആയി. എനിക്ക് ഈ മന്തിക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. ഇന്നലെ അവിടെ ഇരുന്നു ഞങ്ങൾക്ക് ആർക്കും ഈ മന്തിക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. മിക്ക ബോയ്സിനും അങ്ങനെ തന്നെ ഉണ്ടായി. ഫുഡ് അടിക്കും എന്ന് പറഞ്ഞാലും സാഹചര്യം ശരിയാവണമെന്നുണ്ടാവില്ല. എല്ലാവർക്കും ഒരു എമൗണ്ട് എടുക്കണം എന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ പറയുന്ന കാര്യം ഉണ്ടല്ലോ, ഇന്നത്തെ തലമുറയില് എത്ര കുട്ടികള് ഈ പറഞ്ഞ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി നിൽക്കും എന്നറിയില്ല. അപ്പൊ ആ കാര്യത്തിൽ എത്രത്തോളം പ്രൗഡാണ് നിങ്ങള്? നെഞ്ചിട്ട് പറയുന്നത് വളരെ ഇതില് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പഠിക്കുന്നത് കൂടുതലും രമ്യസിലാണ്. അതിന് മുന്നേ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം വരെ ഞാൻ മണ്ണാർക്കാടാണ് പഠിച്ചിരുന്നത്. ആ സമയത്തൊക്കെ ഒറ്റക്ക് അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, അവിടെ കുട്ടികളുണ്ടായിരുന്നു. അവിടെ ഒരുമിച്ചാണ് പാചകം ചെയ്തായിരുന്നു. ആ സമയത്ത് ചിലപ്പോ എന്നെ വിളിക്കും, ഭക്ഷണത്തിന് പൈസ ഇല്ല, അപ്പൊ എൻ്റെ ഉള്ള പോലെ ഞാൻ കൊടുക്കും. പക്ഷെ അതെത്രത്തോളം എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എനിക്കിപ്പോ തോന്നുന്നു ഇവനെ എവിടെ കൊണ്ടിട്ടാലും ഇവൻ ജീവിച്ചു പോകും. ആ ഒരു കാര്യത്തിൽ കാരണം ഈ മണ്ണാർക്കാട് ജീവിച്ച ഒരു വർഷം നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി തന്നെ, നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി തന്നെ അവൻ ഇന്നും ആ രീതി തന്നെ പോകുന്നു. തന്നോട് ഇപ്പൊ ഒരു ബഹുമാനൊക്കെ തോന്നുന്നുണ്ടോ? ഇത്രയും നല്ല കുട്ടിയാണെന്ന് അറിഞ്ഞില്ല. ഈ പൊതുവെ സോഷ്യൽ മീഡിയയില് നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുമ്പോൾ ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് ഭയങ്കര എല്ലാരും എന്നെ വീഡിയോസ് കാണുന്നത് ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, ഹൈപ്പർ ആക്റ്റീവാണ് വീഡിയോസിലൊക്കെ. അപ്പൊ എന്തെങ്കിലും കല്യാണത്തിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന് ഇപ്പൊ അവര് വിചാരിക്കും ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ആണെന്നുള്ളതിൽ എന്റെ അടുത്ത് വരും. അപ്പൊ എനിക്ക് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയല്ല ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കൂട്ടം കൂടി വരുമ്പോൾ. ഒരാളൊക്കെ നമ്മളെടുത്ത് ഡയറക്റ്റ് ഒന്നും സംസാരിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. അത് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ഡയറക്റ്റ് എന്റെ അടുത്ത് മിണ്ടുന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടും, കുറെ മിണ്ടും. ഇതിങ്ങനെ കൂട്ടത്തോടെ എനിക്ക് പേടിയാവും. അപ്പൊ ഇവര് ജാടെന്ന് പറയേ അതുകൊണ്ട് ഇവനിങ്ങനെ ഇത്ര പേടിയാണ്. അപ്പൊ ആൾക്കാർ രണ്ട് ചോദിച്ചിട്ടുണ്ട് നീ വീഡിയോ കാണുന്നല്ലോ അറിയാം ലൈഫില്. ഇപ്പൊ മാറി, ഇപ്പൊ കുറെയൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഇവര് വിളിച്ചുകൊണ്ട് വരും ഇവരെ ഫ്രണ്ട്സിനെയും അപ്പൊ അവരുടെ ഫാമിലീസിനെയും. അപ്പൊ ഞാൻ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നിൽക്കായിരിക്കുള്ളൂ. ഇവരൊരുപാട് ആൾക്കാരായിട്ട് വരും. അത് മാറിപ്പോവും. പക്ഷെ പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ ആളുകളെ കാണിക്കാൻ? ആദ്യം തന്നെ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ ആയതില്. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ 10 ഈ ഫെബ്രുവരിയിലേക്ക് ഒരു വർഷമാണുള്ളൂ ഇവിടെ വീട് വെച്ചിട്ട്. 10 വർഷത്തോളം വാടക വീടുകളിൽ തന്നെ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നു. ചെറിയൊരു ഓടും വീടായിരുന്നു. അതൊക്കെ പിന്നെ ആ സാഹചര്യമൊക്കെ പിന്നെ അറിയാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. ഈ വീടിന്റെ ഡൈനിങ് ഹാളിന്റെയും ഈ മെയിൻ ഹാളിന്റെയും അത്രയൊക്കെ തന്നെ ഞങ്ങളെ വീട്. എനിക്കറിയാം ഞങ്ങള് എങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവന് അതനുസരിച്ച് ഇപ്പൊ
ഇതായി പോണ്ട്. ഇന്റർവേർട്ട് ആണെന്നറിയാം, പക്ഷെ പണ്ട് കാണിച്ചൊരു പണ്ട് കുസൃതി. introvert ഒന്നായിരുന്നു ഒന്നുമില്ല. കുസൃതി ഭയങ്കര ഇപ്പോഴും ഓർപ്പിച്ചിരിക്കണം. അങ്ങനെ ഒരു കുസൃതി ഉണ്ടോ? വാശിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ചെറുപ്പത്തിലേക്ക് നല്ല വാശിയുണ്ടായിരുന്നു. വാശിയിലാണ്. ഇപ്പോഴും ഉണ്ട് ട്ടാ. അങ്ങനല്ല ഇവന് അങ്ങനെ നമ്മള് ഇതാക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മള് അഭിപ്രായമല്ല, ഉപദേശം. ഉപദേശിക്കാൻ പാടില്ല. ഓ എനിക്ക് പറഞ്ഞാലേ എനിക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനുള്ളത് എനിക്കുണ്ട്. ആ പ്രായം അവന് പറയുന്നത് 20 വയസ്സായപ്പോ പിന്നെ അപ്പൊ ഞാൻ പറയാം അങ്ങനല്ല, പറഞ്ഞിട്ട് ഞാൻ അത് കാര്യമില്ല. എന്നിട്ട് വേറെ ബാഡായിട്ടോ അങ്ങനൊന്നും ചെയ്യാറില്ല. അങ്ങനൊന്നുമില്ല. അപ്പൊ ഇവരുണ്ടല്ലോ ബാക്കിയുള്ള കുട്ടികളെ കണ്ടിങ്ങേറ്റ് അവര് ഇങ്ങനെ ചെയ്തു. അപ്പൊ അല്ല, നീ ഇങ്ങനെ ചെയ്യരുത്. കമ്മ്യൂണിസം. അതല്ല, അല്ല, അല്ല വേറെ രീതിയില് പോകരുത്. അതായത് മറ്റുള്ള രീതിയിലേക്ക് പോകരുത്. ഇതിലോട്ടോ. നീ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഡിഗ്രിയിൽ അല്ലെങ്കിൽ വലിയ ഹൈ മാർക്ക് നേടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല കുട്ടിയായിരിക്കുക. അല്ലെങ്കിൽ മറ്റുള്ള പല ആക്ടിവിറ്റീസ് ഉണ്ട് അറിയാലോ ഇന്നത്തെ കാലത്ത്. അതോ ആ പറയുന്നത് ആക്ടിവിറ്റീസിലേക്ക് പോകരുത്. നീ ഈ മാർക്ക് നേടി കുറവ് നേടിയ ഞങ്ങൊന്നും സംസാരിക്കാം, പക്ഷെ മറ്റിതിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഒരിക്കലും ഉണ്ടാവരുത്. ആ ഒരു ഉദ്ദേശം ഞാൻ എപ്പോഴും ചെയ്യാറില്ലല്ലോ. അപ്പൊ പിന്നെ ഇവര് ഞാൻ പറയും നമ്മൾ പറയും അപ്പൊ ചെയ്യാത്ത രീതിയില് പിന്നെ ഉപദേശം ആ ഒരു തന്നെ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നല്ല കുട്ടിയാ. അതിപ്പോ നമുക്ക് സംസാരിക്കുമ്പോ ആദ്യം മീറ്റ് ചെയ്യുമ്പോ നോക്കും ഷെബി നല്ല കുട്ടിയാ. പക്ഷെ എനിക്കറിയേണ്ടത് കുട്ടിക്കാലത്ത് ഷെബി കാണിച്ചൊരു കുസൃതിയാ. കുടുംബമൊന്നുമല്ല ഞാൻ പറഞ്ഞ 7ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പല്ലേ മറ്റേ എന്റെ കോൺഗ്രസ് അതെന്തായിരുന്നു കഥ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും ഉണ്ട്. രാത്രി കഴിഞ്ഞാലേ ഫൈറ്റേഴ്സിന് ഓക്കെ പറയൂ. റിയൽ ഫൈറ്റേഴ്സിന് സഹിക്കണം. അങ്ങനെയല്ല, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ടിന് ഒരു കുട്ടിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അന്ന് നോക്കെ പറഞ്ഞ നമ്മളിപ്പോ ബസ്സിൽ പോണതിന്റെ കൂടെ ചെറിയൊരു വരുമാനം എന്നുള്ള രീതിയിൽ ഞാൻ പടക്കം വരക്ക് വരുന്നു. അപ്പൊ കൈമ ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോ പൈസ വാങ്ങും. 2 രൂപ. പിന്നെ ഉമ്മ ഫുഡൊക്കെ തരും. ഇപ്പൊ പൂരിയും വല്ല കറിയൊക്കെ തരും. ഈ സാധനം സ്കൂളിൽ കൂടെ മറിച്ചു വെക്കും. വൈകുന്നേരം ഇവിടെ പോയി വല്ല ബേക്കറി പോയി ഫുഡ് കഴിക്കും. ഇതായിരുന്നു പരിപാടി. അപ്പൊ ഒരുത്തൻ പറഞ്ഞ് കോമ്പസ് കൊണ്ട് ആ പെണ്ണിന്റെ പേര് കൈമ എഴുതി കൊടുത്തതിന് 50 രൂപ വരാന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഷെയ്ക്കിനുള്ള പൈസ അല്ലേ പിറ്റേ ദിവസം പ്രശ്നമായി, ആകെ പ്രശ്നമായി. അന്ന് അതിന്റെ പിറ്റേ ദിവസം അതിന്റെ ശരിക്കുള്ള ഒരവസ്ഥയ്ക്ക് പോയത്. പിറ്റേ ദിവസം പിടിച്ച് ഈ പെണ്ണിന്റെ പിന്നാലെ വേറെ പിള്ളേരും നടക്കണ്ടായി. അപ്പൊ അവരിങ്ങനെ ഒറ്റി കൊടുത്ത് പെട്ടപ്പോ ഞാൻ പോയിട്ട് ഞാൻ വരച്ചു കൊടുത്തത്. എനിക്ക് വേറൊരു പാർട്ട്ണറും കൂടെ ഉണ്ടായിരുന്നു വരച്ചു കൊടുക്കാനായിട്ട്. ഞങ്ങൾ ജോയിന്റ് ബിസിനസ് ആയിരുന്നു. പെട്ടപ്പോ കമ്പനി എന്റേതല്ലേ, ഞാൻ പോയി ലൈവ് ടാറ്റു വരച്ചു കൊടുത്തു കയ്യില്. വന്ന് പ്രശ്നമായില്ലേ. എങ്ങനെയായിരുന്നു സ്കൂളിൽ പോയപ്പോ? ആരാ പോയത്? ഉപ്പ പോയിരുന്നു. അപ്പൊ ഇങ്ങനെ വിഷയം പറഞ്ഞു, എന്നോട് ചോദിച്ച പറഞ്ഞ് സംഗതി ഉള്ളതാണ്. അതിങ്ങനെ പിള്ളേരെല്ലാരും കൂടി ഇതാക്കിയപ്പോ ചെയ്താണ്, പറ്റിപ്പോയാന്നൊക്കെ പറഞ്ഞു കേട്ട. എന്നാലും കോമ്പസ് വെച്ചിട്ട് ടാറ്റു അടിക്കാൻ പറ്റിയ ഒരു ഇത് സമ്മതിക്കണം. ഇതുപോലത്തെ വേറെ ആർക്കെങ്കിലും ടാറ്റു അടിച്ചു കൊടുത്തിട്ടുണ്ടോ ഇതുപോലെ? ടാറ്റു അല്ല, കടി. കടി സ്നേഹം കൊണ്ടാ. സ്നേഹം കൊണ്ടുള്ള കടി. അതല്ലേ ഇത് അതിപ്പോ വേറെ കിട്ടും. വേറെ വല്ല മക്കൾ ഇപ്രായത്തിലും ഇങ്ങനെ കടിക്കോ? പൊതുവെ ബോയ്സിനുണ്ടല്ലോ ഉമ്മച്ചിയുടെ വാംശിയുടെ ഈ അതന്നെ, ഞങ്ങൾ പ്രായത്തിൽ അങ്ങനല്ല. സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ, എല്ലാ ശരിയാ. കാര്യവും ഷെയർ Hug ചെയ്യാനോ. ചെയ്യാനും. കൊടുത്തിട്ട് പോവുള്ളൂ. ഇവനായാലും എനിക്ക് ഞാനായാലും സ്നേഹപ്രകടനം ഉമ്മ കൊടുത്തിട്ട് പോവുള്ളൂ ദിവസേന. ഞങ്ങള് അങ്ങനെയാണ്. അയ്യടാ. അല്ലാണ്ട് ചായ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഈ കടിയാണ് അവന്റെ. പിന്നെ ആൾക്കാർ ഇങ്ങനെ വല്ല സോംബിയാണ്. പെങ്ങളായിട്ട് നല്ല ഇടിയും. ഇടിയാണ്. നല്ല ഞാൻ ഇടിയും. തിരിച്ചു കൊടുക്കും കേട്ടോ. ഇത്രയും ഞങ്ങള് അതിന് ഓരോ ഇടിയുണ്ടാ വെറുതെ. ഞങ്ങൾ കടി ഇവിടെയാണ്. മുഖം നോക്കി കഴിഞ്ഞാൽ വെറുതെ ഞാൻ ഇപ്പൊ നടന്നു പോയിരിക്കും. അപ്പൊ ഒറ്റ ചവിട്ട്. അപ്പൊ ഞാൻ തിരിച്ചും കൊടുക്കും. അപ്പൊ ലാസ്റ്റ് കേട്ട് അന്നാ ഇടി കൂടുമ്പോ ഇവര് പറയാ വാപ്പിച്ചത് വീഡിയോ എടുക്കാൻ നിൽക്കും. വീഡിയോ Content. ഇതില്ലേ? അത് ഞങ്ങള് കുറച്ചു മുമ്പ് ഒരു ഇൻസിഡന്റ് നടന്നപ്പോഴത്തേക്ക് പറയുന്നുണ്ടായിരുന്നു, നല്ലൊരു കോണ്ടന്റ് ആണ് നഷ്ടപ്പെട്ട. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും ഇവള് സ്കൂളിൽ പിള്ളേർ കളിയാക്കി. അത് ഉമ്മാക്ക് ഡ്രൈവിംഗ് ഓടിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു ഗ്രൗണ്ടിൽ സാധനം ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ. അപ്പൊ ഇവിടെ ഇന്നലെ അവള് വണ്ടി ഓടിച്ചു. ആ സാധനം ഒരു പാട്ടൊക്കെ ഇട്ട് റീലാക്കി വിട്ട് ക്ലാസ്സിൽ പേരിലാണ്. ശരിക്കും നിങ്ങളൊരു കോണ്ടന്റ് ഫാമിലി. ലൈഫിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു കോണ്ടന്റ് ആക്കാമെന്ന് ചിന്തിച്ചു തുടങ്ങിയോ? ഞാനില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, ചെയ്തിട്ടില്ല. ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ് തുടങ്ങി കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ചില മടി ഇമ്പോർട്ടന്റ്. യെസ്. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെ ലൈഫ്? ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾക്ക്. ആ രീതിയിൽ ഇടാപോടാ ബന്ധം തന്നെയാണ്. ഉപ്പ ഉമ്മ ഒരു അതിനപ്പുറം നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. എങ്കിലും ഇപ്പം ഒരു ഉപ്പ അല്ലെങ്കിൽ ഉമ്മ പണ്ട് മുതൽ ഷെബിനെ ഒരു
ഇന്നത് പഠിപ്പിക്കാം അങ്ങനെ ഡ്രീം ഒക്കെ ഉണ്ടായിരുന്നോ? ഇവന്റെ ഇഷ്ടത്തിലോട്ടിരിക്കണം. ഇപ്പൊ ഡിഗ്രിക്ക് പോകണമെന്നപ്പോ ടൂറിസം എടുക്കണം പറഞ്ഞപ്പോ അതിന്റെ എങ്ങനെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോ അഡ്വഞ്ചർ ടൂറിസത്തിലാണ് ഉദ്ദേശിക്കുന്നത്. സ്കൈ ഡൈവിംഗ്, മുകളിൽ നിർത്തി ചാടുന്ന അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആള് പറഞ്ഞ ടൂറിസം ഒക്കെ നിന്റെ ഇഷ്ടമാണ് നീ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് നീ എന്തിലാണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങളിപ്പോ പുഷ് ചെയ്യണില്ല. പിന്നെ മക്കളെ ഏതായാലും നല്ല രീതിയിൽ എത്തി കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇത്രയധികം സപ്പോർട്ട് ചെയ്ത ഒരു ഫാമിലി കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമല്ലേ? എങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ലൈഫിൽ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ ഷെബിയുടെ? അല്ല, ഇവരിപ്പോ എന്തൊരു പണ്ടോട്ടറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പണ്ട സാഹചര്യം. അപ്പൊ അതായത് അധികം ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. ക്യാമറ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. ഞാൻ എവിടെയൊക്കെ പോകുമ്പോ വെറുതെ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലോ പറയും നിങ്ങളുടെ സന്തോഷമാണ് നമുക്ക് അപ്പൊ എവിടെയെങ്കിലും പോവാന്നുള്ളതിൽ എപ്പോഴും പറയാള് കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. അതെനിക്ക് സന്തോഷമാണ്. എവിടെ കൊണ്ടുപോയിട്ടുണ്ട്? ലാസ്റ്റ് എവിടെയാ പോയത്? അതിരപ്പള്ളി. അതിരപ്പള്ളി കൊണ്ടുപോയി. പെട്ടെന്ന് നാളെ പോയില്ല, അന്ന് രാവിലെ പോയി. ഒറ്റ മൈൻഡാണ്. അപ്പൊ ചോദിച്ചു വേണമെന്ന് പറഞ്ഞാൽ അതേപോലെയാണ് ഫുഡും. ചില ദിവസം രാത്രി വിളിക്കും ഇവരെ വേണോ നോക്കും. പറയാ ഇപ്പൊ നാളോ നാളെ അപ്പൊ കിട്ടൂല. അന്ന് വെച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ പിറ്റേ ദിവസം വിളിച്ച് ചോദിക്കും എന്തെന്ന് മേടിക്കില്ലേ, ഇന്നലത്തെ ഓഫർ ആയിരുന്നു, ഇന്നില്ല, ഓഫർ തീർന്നു. ഇപ്പൊ ഷെബിന് വീഡിയോസിന് താഴെ വരുന്ന കമന്റ്സിലോ ഓൾറെഡി ഫാൻസ് ഉണ്ട്. അതിലെപ്പോഴും പറയും ഒറ്റക്ക് വന്നവനാണ്. ആൻഡ് ഈ പറഞ്ഞ ഇന്റർവ്യൂവിന്റെ കാര്യം ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് ആൾക്കാർക്കിടയിൽ. എനിക്കൊന്ന് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് അത്ര വർഷങ്ങളായിട്ടില്ല. പക്ഷെ അതെ ആ സമയം കൊണ്ടാണ് ഇത്രയധികം ആൾക്കാരുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റുന്നത്. അതിന്റെ ഒരു സന്തോഷം എങ്ങനെയുണ്ട്? അതൊരു ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിലാന്ന് തന്നെ ഇപ്പൊ റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ ഫോളോവേഴ്സ് എന്നല്ല, അതൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും. അപ്പം തമ്മിലൊരു ബോണ്ട് ഉണ്ട്. ചില ആൾക്കാർ ഇപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആരൊക്കെയാണ് മെസ്സേജ് അയക്കണം എന്നുള്ളതും. ഇപ്പം ഷാനു എന്നൊക്കെ പറഞ്ഞ പുള്ളിയുണ്ട്. അപ്പോൾ ഇവരെന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈം തൊട്ടേ എൻ്റെ ഒപ്പം ഇപ്പോൾ ഈ 6 മാസമായാലും ഈ ടൈം തൊട്ടേ ഒപ്പുള്ളതാണ്. പിന്നെ പുറത്ത് പോകുമ്പോൾ അതിൽ ആൾക്കാർ ഇപ്പം തന്നെ എന്തൊരു പെട്രോൾ ഇറങ്ങിയിട്ട് വഴി ചെയ്യുന്നപ്പോൾ ഒരു ചേച്ചി ജസ്റ്റ് പാസ് ചെയ്ത് പോയാണ്. അപ്പോൾ ആ ചേച്ചി മാസ്ക് ഒക്കെ ഇട്ടെങ്കിൽ ഷെബിയല്ലേ വീഡിയോ ചെയ്യണമല്ലേ ചോദിച്ചു. അപ്പോൾ ആൾക്കാർക്ക് കുഴപ്പമില്ല, നല്ല ഇഷ്ടമാണ്. ഭയങ്കര എനിക്കതാട്ടോ ആൾക്കാരിങ്ങനെ വന്ന് പറയുന്നത് പേഴ്സണലി സന്തോഷമാണ്. കാരണം നമ്മൾ അറിയാത്ത ആളുകളാണ് എവിടെയൊന്നും നമ്മുടെ വീഡിയോസ് കണ്ടൊരു ഇഷ്ടം നേടുക, അവര് കമന്റിലൂടെയും മെസ്സേജിലൂടെയും പറയാന്ന് പറയുന്നത് എത്ര പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിൽ ഭയങ്കര ലക്കിയാണ് ഷെബി എന്തായാലും. അത് ഷെബി നന്നായിട്ട് പാട്ട് പാടാൻ ഞാൻ കേട്ടിട്ടുണ്ട്. പാട്ടൊന്നുമില്ല, എനിക്ക് കാണാണ്ട് അറിയാം. അതൊരു കാര്യം, കാണാണ്ട് പാട്ട് പാടാൻ അറിയൂല. പിന്നെന്ന് പറഞ്ഞാ ഈ റീൽസ് കണ്ട പാട്ടിന്റെ അത്രയും ഭാഗം മാത്രം കിട്ടുള്ളൂ. വേറെ വൈരി അതിന്റെ അപ്പുറത്ത്. എന്നാലും കുഴപ്പമില്ല, അറിയുന്ന ഒരു പാട്ട് അറിയുന്ന എത്ര പേര് 4 2 പാടണം അല്ലേ ഉപ്പ? നിലവിടും വാടക വാങ്ങി വീഴി വീട്ടിനിൽ കൂടി വെക്കലാമാ ഞാൻ. അതില്ലേ ഞാൻ നോക്കി പാടാം. അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സിസ്റ്ററും പാടോ? എല്ലാരും പാട്ടായിരുന്നു. അത്യാവശ്യം എല്ലാരും കൂടെ ഒരുമിച്ച് പാടാൻ പറ്റുന്ന ഒരു പാട്ടോ? വേറെ പ്രശ്നമുണ്ട്, ജനറേഷൻ ഗ്യാപ്പ്. പാട്ട് പറയാ. നിലവിടം വാടക വാങ്ങി വിഴി വീട്ടിനിൽ കൂടി വെക്കലാമാ നാം വാഴും വീട്ടുക്കുൾ വേറാരും വന്നാലേ തകുമാ തേന്മலை தேக்குக்கு நீதா உந்தன் தோள்களில் இடம் தரலாமா நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா நீரும் செம்புலை சேரும். വെള്ളിയും സ്വർണ്ണൊക്കെ രസമായിട്ട് പാടിയിടാ, സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് പാടുന്ന ഒരാളാണ്. സിനിമയിൽ പാടാനും പറ്റട്ടെ, അതുപോലെ നല്ല ആഗ്രഹിച്ച പോലെ അഭിനയിച്ചാ മതി. ആദ്യമേ പാടുമായിരുന്നു അല്ലേ? നാളൊരു സോങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇറക്കിയിട്ടില്ല, സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ശരി, ഇതൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. എക്സ്ക്ലൂസീവ്. ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി ആഗ്രഹിച്ച പോലെ
സിനിമയിൽ ഇനി നല്ല ചാൻസസ് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ആൻഡ് ഈ 5 മാസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫാൻ പവർ ഒക്കെ ഉണ്ടല്ലോ, പവർ നല്ല ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇനി അത് കൂടിക്കൊണ്ടേ ഇരിക്കട്ടെ. ഇനി എനിക്ക് ഒരുപാട് വലിയ മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഞാൻ നേരിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ വിഷ് ചെയ്യാണ്. ആൻഡ് നിങ്ങളുടെ ഈ ഫാമിലി എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ കേട്ടോ. വിഷയം കണ്ണു വെക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ടല്ലോ ഷിബി, അവരോട് എന്താ പറയുള്ളത്? എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ലാണ്ട് ഇത്രയും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അതിനൊരു കാരണം എൻ്റെ ഫോളോവേഴ്സ് ആയാലും ഇപ്പോൾ ഫോളോ ചെയ്യാണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായാലും അവരാണ് ഇത്ര ഈ ഒരു രീതിയിലോട്ട് എത്തിച്ചത്. അപ്പോൾ എല്ലാവരും ഇനിയും എന്നെ ഇത്ര നാൾ തന്ന രീതിയിലുള്ള സപ്പോർട്ട് ഇനിയും തരാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി സംസാരിക്കാൻ പറ്റും. താങ്ക് യു.